ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മേരി. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. എല്ലാവരും അത് കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കട്ട്ലേറ്റിന് വേണ്ട സാധനങ്ങൾ: 1.5 കിലോ കിഴങ്ങ്, അതിന് വേണ്ട 3 മുട്ട, കുറച്ച് മസാലപ്പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, ഇത് കുരുമുളക് പൊടി. ഇത്ര സാധനങ്ങൾ ഇതിൽ. അതിന് വേണ്ട 1/2 കിലോ സവാള അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു 12 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, അതിന് വേണ്ട കുറച്ച് റൊട്ടിപ്പൊടി. 1/2 കിലോ ഇറച്ചി കുക്കറിൽ വേവിച്ചതാണ്. നമുക്കിനി ഇതിൻ്റെ വെള്ളം ഇത്തിരി ഉണ്ട്, അത് പറ്റിച്ചെടുക്കാം. ഇത് 1.5 കിലോ കിഴങ്ങ് നമുക്ക് പുഴുങ്ങി ഇട്ട് വേണം തൊണ്ട് പൊളിച്ചെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇനി ഇത് തൊണ്ട് പൊളിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് പൊളിച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ചതച്ച് എടുത്തിട്ടുണ്ട്, ഇനി അത് നമുക്ക് കോരി മാറ്റാം. കിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചി പുഴുങ്ങിയത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റേതായ പാകത്തിന് നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്, ഇത്തിരി എണ്ണ ഒഴിക്കാം കേട്ടോ. ഇത് സവാള ഇടാൻ പോകുകയാണ് കേട്ടോ. എണ്ണ ചട്ടി ചൂടായിട്ട് പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചത് ഇടാൻ പോകുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടേക്കാം. ഇനി നമുക്ക് പൊടികളിടാം. മസാലപ്പൊടിയാണ് 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഇതൊന്നും എല്ലാം കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ബീഫ് പൊടിച്ച് വെച്ചേക്കണത് ഇടാൻ പോവുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് കാശ്മീർ മുളക് പൊടിയും കൂടി ഇടുന്നു. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് വെട്ടിയെടുക്കണം. കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നത് മസാലയിൽ ചേർക്കണം. നന്നായി ഇതിൽ ചേർക്കണം, ഇളക്കി. മസാലയൊക്കെ ചേർത്ത് കിഴങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ട പിടിച്ച് കട്ട്ലേറ്റ് ആക്കണം. ഉരുളക്കിഴങ്ങും ബീഫും മസാലയെല്ലാം ചേർത്ത് കുഴച്ച് ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട വെട്ടി വെച്ചിട്ടുണ്ട്, റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതിന് ഉണ്ടാക്കാനുള്ള റിങ് എടുത്തിട്ട് പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. കട്ട്ലേറ്റ് അച്ച് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് ഇടാൻ പോവുകയാണ് എണ്ണയിലേക്ക്.
ഇതിങ്ങനെ ഓരോന്നും ഒന്ന് മറിച്ചിടണം. അടി മുരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇടാം കേട്ടോ. ഇപ്പോൾ കട്ട്ലേറ്റ് റെഡി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം.